നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട് ചില തിയറിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൊന്ന് ആര്യൻ മൈഗ്രേഷൻ തിയറി, മറ്റൊന്ന് ആര്യൻ ഇൻവേഷൻ തിയറി, മറ്റൊന്ന് ആൾട്ടർനേറ്റീവ് തിയറിയാണ്. അപ്പോൾ ആ എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ മൂന്ന് തിയറിയും ആര്യന്മാരെക്കുറിച്ചുള്ള പര്യാപ്തമായ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നൽകുന്നില്ല. അതുകൊണ്ട് മറ്റൊരു തിയറിയെക്കുറിച്ചാണ് ഞാനന്ന് പറഞ്ഞിരുന്നത്. ആ ഒരു തിയറി എന്ന് പറഞ്ഞെങ്കിൽ കോൺഫ്ലിക്റ്റ് തിയറി അഥവാ ക്ലാഷ് തിയറി എന്നുള്ളതാണ് ആ തിയറി. ആ തിയറിയുടെ ശരിയായിട്ടുള്ള പോയിന്റിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ ആര്യന്മാരുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ആര്യന്മാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് അവരെവിടെ നിന്ന് വന്നു, ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ കടന്ന് ആണ് ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ആര്യന്മാരുടെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല പല കൺസെപ്റ്റുകളുണ്ട്. ആ ചില കൺസെപ്റ്റ് എന്നുണ്ടെങ്കിൽ അവർ മംഗോളിയൻ ദേശത്തു നിന്ന് വന്ന് ഏഷ്യ മരുന്ന് വഴി സെൻട്രൽ ഏഷ്യയ്ക്ക് വരികയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇതുകൂടാതെ തന്നെ ഈ വരവോടുകൂടി അവർ യൂറേഷ്യ കടന്ന് യൂറോപ്പിലേക്ക് പോവുകയും പോളണ്ടിൽ കുറേ നാൾ താമസിക്കുകയും പിന്നെ ഈ അടുത്ത കാലത്ത് ജർമ്മനിയിൽ പോയി താമസിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അവരുടെ ഈ മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക്, അവിടെ നിന്ന് മറ്റൊരു ലൊക്കാലിറ്റിയിലേക്ക്, അവിടെ നിന്ന് ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഒരു യൂറോപ്പിലേക്ക് ഇങ്ങനെ പോകുന്ന വഴി അവർ താമസിച്ച സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ അവർ ചെല്ലുന്ന ഏരിയകളിലെ തദ്ദേശീയവാസികളുമായിട്ട് ചില ക്ലാഷിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ആര്യന്മാർ സെൻട്രൽ ഏഷ്യയ്ക്ക് വരുന്നത് ഏകദേശം 4000 BC കാലത്തോടെയാണ്. അപ്പോൾ 4000 BC കാലത്തോടെ തുടങ്ങി നമ്മൾ BC കാലം വരെ, അതായത് BC 500 കാലം വരെ ഏകദേശം ഏർലി ആര്യന്മാരെന്നും അല്ലെങ്കിൽ നമുക്ക് ലേറ്റർ ആര്യന്മാരെന്നും നമുക്ക് കണക്കാക്കാം. ഈ ഏർലി ആര്യന്മാരാണ് ആദ്യകാലം ഇന്ത്യയിലേക്ക് ഏകദേശം BC 1500 ഇന്ത്യയിലേക്ക് വന്നത്. പിന്നീടുള്ള കാലത്താണ് എന്നുണ്ടെങ്കിൽ ലേറ്റർ ആര്യന്മാർ എന്നുണ്ടെങ്കിൽ ഏകദേശം BC 500 മുതൽ AD 500 1000 വരെയുള്ള കാലങ്ങളെന്നുണ്ടെങ്കിൽ ലേറ്റർ ആര്യന്മാരുടെ കാലഘട്ടമാണ്. ഈ ലേറ്റർ ആര്യന്മാരെ നമ്മൾ സൊറാസ്ട്രിയന്മാരെന്നാണ് അവിടെ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത്. ഈ സൊറാസ്ട്രിയന്മാരുടെ അവർക്കൊരു റിലീജിയൻ ഉണ്ടായിരുന്നു. അവർക്കൊരു സൊറാസ്ട്ര എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ റിലീജിയൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആര്യൻ എന്നുണ്ടെങ്കിൽ ആര്യൻ എത്നിക് ഫീച്ചേഴ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള മറ്റൊരു പുതിയൊരു റീജനറേഷൻ, ഒരു ലക്ഷണങ്ങളോടുകൂടിയ ഒരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. അവർക്കവിടെ ഫയർ ടെമ്പിൾ ഉണ്ടായിരുന്നു. ഫയറിനെയാണ് ഈശ്വരനായിട്ട് കണ്ട് ആരാധിച്ചിരുന്നത്. അത് ഈ ഫയർ ടെമ്പിളിൻ്റെ ഒരു ചുറ്റും എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും കൈകാര്യം പ്രീസ്റ്റുകളാണ്. ഈ പ്രീസ്റ്റുകളാണ് ശരിക്കും സൊറാസ്ട്രിയന്മാരുടെ നേതൃത്വ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്നത്. അത് പഴയകാലം മിക്കവാറും എല്ലാ റിലീജിയൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് പ്രീസ്റ്റുകളാണ്. അപ്പോൾ ഈ പ്രീസ്റ്റുകളുടെ നേതൃത്വത്തിലാണ് സൊറാസ്ട്രിയന്മാർ അവരുടെ മതപരമായ കാര്യങ്ങളും ആചാരപരമായ കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നതും. അതിന് തലപ്പത്ത് പ്രീസ്റ്റുകളും ഈ പറയുന്ന ടെമ്പിളുമാണ്, ഫയർ ടെമ്പിൾ. ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഹൈറാർക്കൽ സ്ട്രക്ചറിലാണ് ഈ റിലീജിയൻ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇവർ മറ്റ് ജനങ്ങളെ കണ്ടിരുന്നത് ഈ പറയുന്ന ഈ ആര്യൻ ഒരു കൺസെപ്റ്റ് വെച്ച് എന്നുണ്ടെങ്കിൽ ആര്യന്മാരൽപ്പം സുപ്പീരിയറാണ്, എല്ലാം കൊണ്ടും മേന്മ നിറഞ്ഞവരാണെന്നുള്ള കൺസെപ്റ്റ് വെച്ച് പുലർത്തുകയും മറ്റ് ജനങ്ങളോട്, അതിന് ചുറ്റുപാടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആ ദേശത്തുള്ള തദ്ദേശീയരായ ജനങ്ങളെ പ്രത്യേകിച്ചെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചർ വിഭാഗത്തെ അല്ലെങ്കിൽ മാനുവൽ വർക്ക് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണലായ ആളുകളെ വളരെ മോശമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരുന്നത്. അവരെ മോശമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും അവരെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരു അത്ര ശരിയല്ലാത്ത രീതിയിലാണ് അവിടെ വന്നിരുന്നത് ഇവരുടെ സൈഡിൽ നിന്ന്. അങ്ങനെ ഒരു ഹെറാർക്കിയ രീതിയിലുള്ള ഒരു അനാർക്കിയും ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു പ്രാക്ടീസും ചെയ്തിട്ടുള്ളത്. ഇത് തദ്ദേശീയ ജനങ്ങൾക്ക് ദോഷമായിട്ട് വരികയും അതിനെ തദ്ദേശീയ ജനങ്ങൾ ഈ ഒരു പ്രാക്ടീസിനെ, ഈ സൊറാസ്ട്രിയൻ പ്രാക്ടീസിനെ അവരുടെ സമൂഹത്തിന് ദോഷം ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കുന്നതായിട്ടും ഉണ്ട്. ഈ കാലഘട്ടത്താണ് അറേബ്യയിൽ നമ്മുടെ മുഹമ്മദ് നബി ഏകദേശം AD 600-700 കാലം മുഹമ്മദ് നബി വരികയും അദ്ദേഹത്തിൻ്റെ ഫിലോസഫി സെൻട്രൽ ഏഷ്യ മുഴുവൻ പടർന്നുപിടിക്കുകയും പ്രത്യേകിച്ച് അറേബ്യൻ മേഖലയിലും പടർന്നുപിടിക്കുകയും ഈ ഫിലോസഫി ഉൾക്കൊണ്ടുകൊണ്ട്
അവിടെ ശക്തമായ അവരുടെ ഫിലോസഫിയിലേക്കും ചില പ്രധാനപ്പെട്ട ചില പ്രിൻസിപ്പിൾ എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ബ്രദർഹുഡാണ്. അതല്ലെങ്കിൽ ഏക ദൈവ സങ്കല്പങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങൾ വരാൻ പാടില്ല. ക്ഷേത്രമുണ്ടെങ്കിൽ ഇഡൽ വേർഷിപ്പിനെതിരെ അദ്ദേഹം ശരിക്ക് വർക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ ഈ പ്രിൻസിപ്പിളുകൾ കൊണ്ടുള്ള ഇസ്ലാമിൻ്റെ മൂവ്മെൻറ്റ് സെൻട്രൽ ഏഷ്യൻ മുഴുവൻ, പ്രത്യേകിച്ച് ഇസ്ലാമിക് ഗൾഫ് രാഷ്ട്രങ്ങൾ കംപ്ലീറ്റ് ഈ പറയുന്ന സ്വരാഷ്ട്രീയന്മാരെയും അതുപോലെ ഈ പറയുന്ന അനാർക്കിയും മൊറാലിറ്റിയും പ്രാക്ടീസ് ചെയ്തിരുന്ന റിലീജിയനെ കംപ്ലീറ്റ് ഔട്ടാക്കുന്നതിനുള്ള അല്ലെങ്കിൽ ഒരു തീരുമാനം വരികയും അങ്ങനെ അറബികളുടെ മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കംപ്ലീറ്റ് സ്വരാഷ്ട്രീയന്മാരെ നാടുകടത്തപ്പെടുകയും പല രീതിയിൽ പെർസിക്യൂഷൻ ഇരയാവുകയും ചെയ്തു. അനേകം സ്വരാഷ്ട്രീയന്മാർ കൊല്ലപ്പെടുകയും അനേകം സ്വരാഷ്ട്ര പ്രീസ്റ്റുകളെ പോലുള്ള സ്വരാഷ്ട്രീയന്മാർ നാടുകെടുക്കുകയും അവരുടെ ഫയർ ടെമ്പിൾ അടിച്ച് തകർത്ത് നശിപ്പിച്ചു കളയും. പിൽക്കാലങ്ങളിൽ ഈ സ്വരാഷ്ട്രീയന്മാരെ കംപ്ലീറ്റ് നശിപ്പിച്ചതിന് ശേഷം ഈ സെൻട്രൽ ഏഷ്യയും അറേബ്യയും വെസ്റ്റ് ഏഷ്യ കംപ്ലീറ്റ് ഇസ്ലാം മതം പ്രചരിക്കുകയും അതുപോലെ തന്നെങ്കിൽ ജൂതമതം പ്രചരിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ക്രിസ്തുമതം പ്രചരിക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോഴെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ ഏഷ്യയിലും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു രാഷ്ട്രങ്ങളിലും ഇന്ന് സ്വരാഷ്ട്രീയന്മാരോ ആര്യന്മാരെയോ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അവരിലെ ഒരു കൂട്ടം വന്നത് ഈ പറയുന്ന AD 600-700 കാലഘട്ടങ്ങളിൽ ഈ ക്രൂസൈഡിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ പേര് ഇന്ത്യയിലേക്ക് പോകുന്നു. ഈ പീഡനം സഹിക്കാൻ വരാതെ, അങ്ങനെ സഹിക്കാൻ വയ്യാതെ ഇന്ത്യയിലേക്ക് പോകുന്ന കുറേ ആൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ശരിക്ക് ഹിന്ദു അപ്പർ ക്ലാസ്സുകളായിട്ട് ഇടപെടുകയും ജയിച്ചു പോരുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ആര്യന്മാർ വന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു കാലഘട്ടം എന്നുണ്ടെങ്കിൽ 1500 BC ഈ 1500 BC ഇറാനിൽ നിന്ന് ഇന്ത്യയിൽ വരുകയും അവർ ഇൻഡസ് വാലിയുടെ വടക്ക് പടിഞ്ഞാറ് ദേശത്ത് അവർ തങ്ങുകയും കാലക്രമേണ പതുക്കെ അവിടെ ഇൻഡസ് വാലിയുടെ സെൻട്രലിലേക്ക് നീങ്ങുകയും അവിടെ ജനങ്ങളായിട്ട് ഇടപെടുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ ജനങ്ങളായിട്ട് ഇടപെടുന്ന ഓരോ മൂവ്മെൻറ്റുകളും ഓരോ സ്പേസിലും ഇവർ ഈ പറയും പോലെ മൊറാലിറ്റിയെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു അനാർക്കിക്കൽ സെറ്റപ്പിലൂടെ മൊറാലിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഇൻഡസ് വാലിയിൽ ജനങ്ങളായിട്ട് ഇടപെട്ടുള്ളത്. അങ്ങനെ അത് ക്രമേണ ചതുർവർണ്ണത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് വരികയും അതിൻ്റെ ബ്രാഹ്മണസത്തിലേക്ക് ഡെവലപ്പ് ചെയ്തു പോരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം BC 600-500 ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്ന ശ്രീബുദ്ധൻ്റെ വരവും ശ്രീബുദ്ധൻ്റെ ദർശനത്തിൻ്റെ പ്രഖ്യാപനവും ഇന്ത്യയിലുടനീളം, പ്രത്യേകിച്ച് ഇൻഡസ് വാലി സിവിലൈസേഷനിലുടനീളം ഈ ശ്രീബുദ്ധൻ്റെ ഫിലോസഫി പ്രചരിപ്പിക്കുകയും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ഈ പറയുന്ന ചാതുർണ്യം ഇല്ലാതെ അല്ലെങ്കിൽ ബ്രാഹ്മണിസം ഇല്ലാതെ ഡിവൈഡ് ആൻഡ് റൂൾ ഇല്ലാതെ ഒരു ഹാർമണിയിൽ ജീവിക്കണമെന്നും മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ ഒരു ജനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കണം, ഒന്നായി നിൽക്കണമെന്ന് പറയുകയും അങ്ങനെ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യ മുഴുവൻ അലഞ്ഞു നടക്കുകയും ഇത് അദ്ദേഹത്തിൻ്റെ ദർശനം പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പോൾ ഈ ദർശനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം എന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്ന പൊളിറ്റിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ടുണ്ടാകുന്ന ഒരാൾ അശോകവർദ്ധന പ്രിയദർശൻ എന്നൊരാൾ വരികയും ഈ ബുദ്ധൻ്റെ ദർശനത്തിൻ്റെ പിൻബലത്താൽ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എനർജി, അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രം ഉപയോഗിച്ച് ബൗദ്ധ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുഴുവനും, അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് കാണുന്ന ഇന്ത്യയല്ല, അന്നത്തെ ഇന്ത്യ എന്നുണ്ടെങ്കിൽ നമ്മൾ വടക്ക് പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയാണ്. അതിൽ ഇന്ത്യ കിഴക്ക് ബർമ്മ വരെ, അതുണ്ടെങ്കിൽ തെക്കോട്ട് നമ്മൾ ശ്രീലങ്ക വരെയും നേപ്പാൾ വരെയൊക്കെ പടർന്ന് പന്തലിച്ച ഒരു സാമ്രാജ്യമാണ്. ഇതിൽ ഈ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും അശോകൻ ബുദ്ധൻ്റെ ദർശനം വ്യാപിക്കുകയും മനുഷ്യരെല്ലാം ഹാർമണിയിൽ ജീവിക്കുകയും ചെയ്യണമെന്ന് പറയുകയും മാത്രമല്ല ഈ ആര്യമതം പോലെയുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണ അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിൻ്റെ ഇത് നമ്മളെല്ലാവരും നിരാകരിച്ചതിന് ശേഷം മനുഷ്യരെല്ലാം ഹാർമണിയിൽ ജീവിക്കണമെന്നും മാത്രമല്ല എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവരും ഒരേ രീതിയിൽ ജീവിച്ചാൽ മതിയെന്നും, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യണം, എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും ജോലി വേണം, എല്ലാവർക്കും പ്രോപ്പർട്ടി വേണം, എല്ലാവർക്കും ജീവിത സൗകര്യങ്ങൾ വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അത് ഒരു തരം ആളുകൾക്ക് മാത്രം പോരാ, ഈ ബ്രാഹ്മണിക് അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിൻ്റെ സോഷ്യൽ ഓർഡറുള്ള ആളുകൾക്ക് മാത്രം പോരാ, എല്ലാ സൗകര്യങ്ങളും എല്ലാവർക്കും വേണമെന്ന് അശോകൻ പറയുകയും മാത്രമല്ല ഈ ഇന്ത്യയിലെ അന്നത്തെ ജനങ്ങളെല്ലാം ഹാർമണിയിൽ ജീവിക്കണമെന്നും
ഈ പറയുന്ന എന്താണ് ബ്രാഹ്മണിസം അല്ലെങ്കിൽ ചതുരം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ എന്താണ് ഇന്ത്യയിൽ അവർ പ്രാക്ടീസ് ചെയ്തിരുന്ന യജ്ഞങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളെല്ലാം നിർത്തലാക്കണമെന്ന് പറയും. അതെല്ലാം ഒരുതരം ദുരാചാരപരമായ പരിപാടിയാണെന്ന് പറയും. അങ്ങനെ അവരെ നിർത്താക്കിക്കൊണ്ട് ഈ പറയുന്ന ബ്രാഹ്മണൻ ചതുർവർണ്ണ എല്ലാവരും സാധാരണ ആളുകളെ പോലെ ജീവിക്കണം എന്ന് ആഹ്വാനം ചെയ്ത ഒരാളാണ് അശോകൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെയും ഈ ബുദ്ധൻ്റെയും അശോകൻ്റെ കാലത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ BC 600 കാലഘട്ടത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ആര്യ അല്ലെങ്കിൽ ബ്രാഹ്മണ വിഭാഗം എന്നുണ്ടെങ്കിൽ ക്ലാഷ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു അനാർക്കി ആൻഡ് മോറൽ അനാർക്കി അല്ലെങ്കിൽ സോഷ്യൽ അനാർക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലാഷ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. അങ്ങനെ ക്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ നിലനിൽക്കുന്ന തദ്ദേശീയവാസികളായിട്ടുള്ള ക്ലാഷിൽ വരികയും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അശോകൻ ഈ ക്ലാഷിനെ മറികടന്നുകൊണ്ടാണ് എന്താണ് ഇവിടെ അടിച്ചമർത്തുകയും സാധാരണ ആളുകളെ പോലെ ജീവിച്ചാൽ മതിയെന്നും പ്രത്യേകമായിട്ടുള്ള പ്രയോറിറ്റികളോ പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജുകളോ ഒന്നും വേണ്ട എന്നും അത് വേണ്ട എന്ന് പറയും. അങ്ങനെ ചാതുർവർണ്ണത്തെയും അല്ലെങ്കിൽ ബ്രാഹ്മണത്തെയും അടിച്ചൊതുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി സ്വഭാവം ഉണ്ടാകുന്ന ഈ ബ്രാഹ്മണമതം എല്ലാം റിലീജിയസ് ആയിട്ടുള്ള ഒരു പിൻവാങ്ങൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് മാറുകയും അങ്ങനെ ചിന്നിച്ചിതറി പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഏഷ്യൻ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പിന്നീട് ദക്ഷിണേന്ത്യയിലേക്കൊക്കെ കുറേ ആര്യന്മാരും ബ്രാഹ്മണർ വരികയും കേരളത്തിലേക്ക് അവർ ആര്യന്മാർ വരാനായിട്ട് ആദ്യമായിട്ട് വരാനുള്ള കാരണം ഈ അശോകൻ്റെ ഭരണകാലത്താണ്. ഇവരെല്ലാം അശോകൻ്റെ ഭരണത്തിൻ്റെ ആ സാമ്രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ വിട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് പോന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം. ഈ ഉദാഹരണം പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന്മാർ എങ്ങനെയാണോ ഓരോ ദേശത്ത് ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളായിട്ട് ഇടപെടുകയും പിന്നെ ക്ലാഷിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരു ഉദാഹരണം എന്നുണ്ടെങ്കിൽ ഈ ആര്യന്മാർ ഏൻഷ്യൻ്റ് കാലത്ത് പോളണ്ട് വഴി, അതായത് ഏഷ്യാമേന് കഴിഞ്ഞ് പോളണ്ടിലേക്ക് പോയി അവിടെ കുറേ ആൾ താമസിച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ജൂതന്മാരായിട്ട് അവിടെ കുറേ ക്ലാഷിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് പോളണ്ടിൻ്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അവിടുന്ന് ഇവർ പിന്നീട് ജർമ്മനിയിലേക്ക് പോയി. ജർമ്മനിയിൽ അവർ കുറേ ആൾ പടർന്നു പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഇവരുടെ ക്ലാഷിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്നുണ്ടെങ്കിൽ അവിടെ ജർമ്മനിയിലും നമ്മൾ ഈ കാണുന്ന ജൂതന്മാർ ഇഷ്ടം പോലെ, യൂറോപ്പിലാകമാനം എല്ലായിടത്തും ഇന്ന് വീണ്ടും എല്ലായിടത്തും ജൂതന്മാരുണ്ട്. ഈ ജർമ്മനിയിലും ജൂതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഉദാഹരണം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ പോലുള്ള കാലം നമുക്ക് നോക്കാം. ആര്യന്മാർ അവിടെ ചെല്ലുകയും നാസി പാർട്ടികൾ അവരുടെ ഐഡിയോളുടെ ഭാഗമായിട്ട് ആര്യൻവാദം കൂട്ടിച്ചേർക്കുകയും നാസികൾ എല്ലാം തന്നെ ആര്യന്മാരാണെന്ന് സ്വയമായിട്ട് അഭിമാനിക്കുകയും അല്ലെങ്കിൽ പ്രത്യയം ചെയ്തിരുന്ന കാലഘട്ടമാണ് ഈ സെക്കൻഡ് വേൾഡ് വാർ കാലം, അതായത് 20th സെഞ്ച്വറി ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ജർമ്മനിയിൽ ഇവർ ആര്യൻ എത്തിരിക്കലി അവർ സുപ്പീരിയർ ആണെന്നും അവർ ബ്ലഡ് സുപ്പീരിയർ ആണെന്നും അവർ ഇൻ്റലക്ച്വലി വല്ല സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളവരാണെന്നുള്ള രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ഇടപെടുകയും ചെയ്തു വന്നിട്ടുള്ളതാണ്. അതിനെ പല സപ്പോർട്ടും പല ചിന്തകന്മാരും, ഇപ്പം ഹെഗലിനെ പോലുള്ള ചിന്തകന്മാർ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീഷയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെങ്കിൽ പല ചിന്തകന്മാരും പൊളിറ്റീഷ്യൻസും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറിനെ പോലുള്ള ആളുകൾ, നാസികളെ പോലുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജർമ്മൻകാർ പ്രധാനമായിട്ട് ആര്യന്മാരാണെന്നും ഈ ആര്യന്മാരായിരിക്കുന്ന ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ആയിട്ടുള്ള ആളുകളെന്നും അവരുടെ കൾച്ചർ, അവരുടെ മര്യാദകൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഐഡിയോളജി, അവരുടെ പൊളിറ്റിക്സ്, അതുപോലെ അവരുടെ റിലീജിയൻ ഇതെല്ലാം സുപ്പീരിയർ ആണെന്നും മറ്റെല്ലാവരും തന്നെയൊക്കെ താഴെയാണെന്ന് കരുതുകയും പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഏറ്റവും വലിയൊരു ബ്രില്യൻറ്റ് ഒരു ഇൻ്റലക്ച്വൽ ഫോഴ്സായിരുന്ന ജൂതന്മാരെ അവർ വളരെ താഴ്ന്നവരാണെന്നും ഇൻഫീരിയർ ആണെന്ന് കാണുകയും അവരുടെ ലൈഫിനെയും ക്വാളിറ്റിയും അവരുടെ കോൺട്രിബ്യൂഷനെയും മോശമായിട്ട് കാണുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് 20th ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് അനന്തരം എന്നുണ്ടെങ്കിൽ ജൂതന്മാരെ കണ്ടിന്യൂസ് ആയിട്ട് പീഡിപ്പിക്കുകയും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയും പിന്നെ അവരുടെ പോപ്പുലേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഹോളോകോസ്റ്റ് അല്ലെങ്കിൽ ഗ്യാസ് ചേമ്പർ വഴി ഒക്കെ കൊന്നൊടുക്കുകയും അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയ പലരും ISDനെ പോലുള്ള ആളുകൾ നാടുകെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ഈ 20th സെഞ്ച്വറിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ജർമ്മനിയിൽ നിന്ന് പിന്നീട് നാടുകടക്കപ്പെട്ട ആളുകൾ ISD മാത്രമല്ല, അനേകം ബുദ്ധിജീവികൾ, ഇൻ്റലക്ച്വലായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റുകൾ, ഫിലോസഫേഴ്സ്, അതുപോലെ അനേകം ആളുകൾ സ്വിറ്റ്സർലൻഡ് വഴി അമേരിക്കയിലേക്കും
ബ്രിട്ടനിലേക്ക് നാടുകടക്കപ്പെടുകയുണ്ടായി. ഇവരെല്ലാം നാടുകടത്തതിന് ശേഷം നമ്മൾ അമേരിക്ക പോലെ ബ്രിട്ടൻ പോലെ അവിടുത്തെ രാഷ്ട്രവുമായിട്ട് അവിടുത്തെ രാഷ്ട്രീയ ശക്തികളായിട്ടൊരു അലയൻസിൽ വരികയും പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ഈ രാഷ്ട്രങ്ങളെല്ലാം ഒരു അലൈഡ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ, ഇതെല്ലാം അതായത് ലോകത്തിലെ പ്രധാനപ്പെട്ട ശക്തികൾ ഒരു അലൈഡ് ഫോഴ്സ് രൂപീകരിക്കുകയും അത് ഈ സെക്കൻഡ് വേൾഡിന് കാരണമായി എന്ന് എല്ലാവരും കരുതുന്ന ജർമ്മനിക്കെതിരെ തിരികുകയും അങ്ങനെ ജർമ്മനിയെ കാലാന്തരത്തിൽ അടിച്ചമർത്തി നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഈ ക്ലാഷ് ഉണ്ടാക്കിയ ഈ ആര്യൻ കോഴ്സിൻ്റെ കോൺഷ്യസ് ഈ ക്ലാഷിലൂടെ തന്നെ എന്താണ് അതിലും വലിയ ഫോഴ്സ് നേരിടേണ്ടി വരികയും ഈ ഫോഴ്സ് ഈ ആര്യൻ ജർമ്മനിയെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുകയും കംപ്ലീറ്റ് ഒപ്രസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അത് കംപ്ലീറ്റ് ഒരു നശീകരണമാണ് നമ്മൾ പിന്നെ ജർമ്മനിയിൽ കാണുന്നത്. അങ്ങനെ ജർമ്മനി കംപ്ലീറ്റ് നിലംപൊത്തി എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ പൊളിറ്റിക്സിനകത്തും ഇവരുടെ ഐഡിയോളജിയിലും ഇവരുടെ കൾച്ചറിലും സോഷ്യൽ ആറ്റിറ്റ്യൂഡും വെച്ച് പുലർത്തുന്ന ആര്യൻ സുപ്പീരിയോറിറ്റിയാണ്. ഇത് എവിടെ ചെന്നാലും ക്ലാഷ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ക്വാറൽ ഉണ്ടാക്കി നീങ്ങുന്ന ഒരു കൾച്ചറൽ, റിലീജിയസ്, സോഷ്യൽ ഫോഴ്സാണ് ഈ ആര്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരെ വിവരിച്ചിരിക്കുന്ന ഈ പറയുന്ന ചില സംഭവങ്ങൾ, ഈ 3 എന്നുണ്ടെങ്കിൽ സ്വരാഷ്ട്രന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അശോകൻ്റെ നടപടികൾ, അല്ലെങ്കിൽ ജർമ്മനിയിൽ സെക്കൻഡ് വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ കാണുന്നൊരു ചില കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ഈ ആര്യന്മാരുടെ ഈ പ്രസൻസും അതുപോലെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്യുന്നത് ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ കാണുന്നത്. ആര്യന്മാർ എവിടെയെല്ലാം ചെല്ലുന്നോ അവിടെയെല്ലാം ഇവർ ക്ലാഷിൽ ഏർപ്പെടുകയും ക്വാറൽ ഏർപ്പെടുകയും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും യുദ്ധങ്ങളിൽ പോലും ഏർപ്പെടുകയും ചെയ്യും. എന്നിട്ട് അവർ തന്നെ സ്വയം നശിക്കുന്ന ഒരു രീതിയിലാണ്, ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ, ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ സ്വയം നശിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത് വെച്ച് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ഇവർ വളരെ അനാർക്കിക്കലായിട്ടുള്ള, ഇമ്മോറലായിട്ടുള്ള ഫോഴ്സാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ അനാർക്കിക്കൽ ഇമ്മോറൽ ഫോഴ്സാണ് നമ്മൾ ആര്യന്മാരുടെ ജീവിതത്തിലുടനീളം കാണുന്നത്. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് നമ്മുടെ ഏഷ്യൻ ഇന്ത്യയിൽ 1500 കാലഘട്ടങ്ങളിൽ BC 1500 എങ്ങനെയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതും അന്ന് പറയുന്നതും എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ തിയറിയിൽ, ഇന്ത്യൻ ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആര്യൻ തിയറി അല്ലെങ്കിൽ ആര്യന്മാർ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആര്യന്മാർ ഇവിടെ വന്നത് BC 1500 കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ഒരു കാലഘട്ടത്താണ് സെൻട്രൽ ഏഷ്യയിൽ അഥവാ മെസപ്പൊട്ടേമിയൻ ഏരിയയിൽ ജൂതന്മാർ ശരിക്കും പടർന്നു പിടിക്കുന്നതും. ഈ കാലഘട്ടത്താണ് മോസസിൻ്റെ വരവ്. മോസസിൻ്റെ കാലഘട്ടം ഈ പറയുന്ന സെയിം പീരീഡിലാണ്. 1500 അദ്ദേഹത്തിൻ്റെ ജനനവും അല്ലെങ്കിൽ ജീവിതവും മരണമൊക്കെ ആയിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. മോസസിൻ്റെ വരവും ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും ഏകദേശം സമാന സമയത്താണ്. അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ച് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ മോസസിനെ പോലുള്ള ആളുകൾ അബ്രഹാം ട്രഡീഷൻ്റെ, ജൂതന്മാരുടെ അബ്രഹാം ട്രഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് മോസസിൻ്റെ ഒരു ജീവിതം അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻ, അവരുടെ ഫിലോസഫി എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഫിലോസഫി പ്രധാനമായിട്ടും മൊറാലിറ്റിക്കും സദാചാരത്തിനും അല്ലെങ്കിൽ ലൈഫിൻ്റെ ഡിസിപ്ലിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു റിലീജിയനാണെന്ന് നമുക്ക് കാണാം. മാത്രമല്ല ഈ മോസസിൻ്റെ റിലീജിയൻ അല്ലെങ്കിൽ പറയുന്ന അബ്രാമിക് ട്രഡീഷൻ്റെ റിലീജിയനായിരിക്കുന്ന ജൂതമതവും ക്രിസ്തുമതവുമാണ് പിൽക്കാലങ്ങളിൽ ലോകം മുഴുവനും പടർന്നു പിടിച്ച് ജനങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് നിലനിൽക്കുന്നത്. ഈ മോസസിൻ്റെ ഈ മതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ട്രഡീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫറ്റുകളും പ്രവാചകന്മാരും പൊളിറ്റിക്കൽ തിങ്കേഴ്സും വന്നിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ മോസസിനെ തന്നെ പോലുള്ള വളരെ മോറലിസ്റ്റും ഫിലോസഫറുമായിട്ടുള്ള ആളുകൾ, അതുപോലെ ജീസസ് ക്രൈസ്റ്റിനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ ജൂതമതത്തിൻ്റെ നമ്മൾ 20th സെഞ്ച്വറിയിലേക്ക് വരുവാണെങ്കിൽ ISTനെ പോലെയുള്ള ആളുകൾ ജൂതമതക്കാരനാണ്. അതുകൊണ്ടെങ്കിൽ 20th സെഞ്ച്വറി 18ാം നൂറ്റാണ്ടിൽ നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് നാടുകടത്തപ്പെട്ട ജൂതചിന്തകനും ഫിലോസഫറായിരുന്ന കാർൽ മാർക്സ്, ലോകം മുഴുവൻ കീഴടക്കിയ മാർക്സിസത്തിൻ്റെ കാർൽ മാർക്സ് ജൂ ആണ്. അദ്ദേഹം ജർമ്മനിയിൽ നിന്നാണ് നാടുകടത്തപ്പെട്ടത്. അതുപോലെ തന്നെ ഈ സൈക്കോളജിയിൽ പ്രത്യേകിച്ച് സൈക്കോ അനലിറ്റിക് ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്മണ്ട് ഫ്രോയിഡ് ജൂതമതത്തിൽപ്പെട്ട ആളാണ്.
സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്ന ആഡ്ലറും യുങ്ങും ഇവരൊക്കെ ജൂതമതത്തിൽപ്പെട്ട ആളുകളാണ്. മാത്രമല്ല നമ്മൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സയൻസിലും പൊളിറ്റിക്സിലും അതുപോലെ തന്നെ റിലീജിയനും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാം ജൂതമതത്തിൻ്റെ ആളുകളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ജൂതമതക്കാരാണ്. ഈ ഒരു ട്രഡീഷനാണ് മോസസിൻ്റെയും ബ്രാഹ്മിൻ്റെയും ട്രഡീഷൻ. അപ്പോൾ ആ ട്രഡീഷനിലെ ആൾ എന്നുണ്ടെങ്കിൽ വളരെ മോറൽ ഇൻറ്റിഗ്രിറ്റി ഉള്ള ആളാണ്. അതുപോലെ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ആഗ്രഹിക്കുന്നത്. ഈ സമൂഹമായിട്ടാണ് ഈ ആര്യന്മാർ സെൻട്രൽ ഏഷ്യ ഇടപെട്ടത്. ആര്യന്മാർ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 1500 കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിനടുത്ത കാലങ്ങളിൽ സെൻട്രൽ ഏഷ്യ മുഴുവനും പടർന്നു പിടിക്കുകയും ഈ പടർന്നു പിടിച്ച ജൂതന്മാരുമായിട്ട് ഈ ആര്യന്മാർ ഈ ക്ലാഷിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ മോസസിൻ്റെ കാലത്ത് പുതിയൊരു മൂവ്മെൻറ്റ് വരികയും ആ മൂവ്മെൻറ്റ് കൂടുതൽ മൊറാലിറ്റിയും ഡിസിപ്ലിൻ പ്രാധാന്യം കൊടുക്കുകയും ജനങ്ങൾ മോറലായിട്ട് ജീവിക്കണം, ഡിസിപ്ലിൻ ജീവിക്കണം എന്ന് പറയുന്ന ഒരു 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 റിലീജിയസ് അല്ലെങ്കിൽ ഒരു മോറൽ സോഷ്യൽ ഓർഡറാണ് അവർ പ്രദാനം ചെയ്തത്. അപ്പോൾ അനാർക്കി റിജക്റ്റ് ചെയ്തുകൊണ്ട് ഇമ്മൊറാലിറ്റി റിജക്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നുള്ള അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ 10 കൽപ്പനകൾ വായിച്ചാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് വരും, അറിയാൻ പറ്റും. പക്ഷേ ഈ മൊറാലിറ്റിക്കും ഈ ഫിലോസഫിയും ഈ ദർശനത്തിനെല്ലാം എതിരെയാണ് ആര്യന്മാർ ക്ലാഷ് ഉണ്ടാക്കുന്നതും കൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നതും. ആര്യന്മാരുടെ അനാർക്കിക്കലായിട്ടുള്ള ഇമ്മോറലായിട്ടുള്ള സെക്സിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു മൊറാലിറ്റി ഇല്ല. നാട്ടിലെ കുടുംബ ബന്ധങ്ങളില്ലാതെ മോറൽ റിലേഷൻ ഇല്ലാതെ സെക്സിൽ ഏർപ്പെടുകയും അങ്ങനെ ഉണ്ടായ ഒരു ഇമ്മോറൽ അനാർക്കിക്കൽ ഇടപെടലിലൂടെ ജൂതന്മാരായിട്ട് ക്ലാഷിൽ ഏർപ്പെടുകയും അങ്ങനെ ആ ക്ലാഷിൽ ഏർപ്പെട്ടപ്പോൾ ഉണ്ടായ ദുരന്തം ഭയങ്കരമാണ് ഈ ആര്യന്മാർക്കുണ്ടായിരിക്കുന്നത്. ഈ സമയമാണ് സെൻട്രൽ ഏഷ്യയിൽ പല സ്ഥലങ്ങളിലും ആര്യന്മാരുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഈ ജൂതന്മാരുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ആര്യന്മാർ അവരുടേതായിട്ടുള്ള റിലീജിയസ് ആചാരങ്ങളും നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നു. അവർ നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് പോലെ അവർ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുകയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുണ്ടെങ്കിൽ അവർ ഈ ചെയ്യുന്ന യാഗങ്ങളും യജ്ഞങ്ങളെല്ലാം നാടിൻ്റെ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഒരു പ്രത്യേക ഇല്യൂഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ച് അവിടെ ആയിരിക്കുന്ന വിഭവങ്ങൾ പിരിക്കുക, ക്യാഷ് പിരിക്കുക. അതുപോലെ തന്നെ ഈ യജ്ഞങ്ങൾ ഒരുതരം നോൺ വെജിറ്റേറിയൻ പ്രാക്ടീസാണ്. എന്നുണ്ടെങ്കിൽ ആടുമാടുകളെ കൊല്ലുക അല്ലെങ്കിൽ പശുക്കളെ കൊല്ലുക. അങ്ങനെ കൊന്ന് നോൺ വെജിറ്റേറിയൻ പ്രാക്ടീസിലൂടെയും ഭക്ഷണം കഴിച്ചും അങ്ങനെ സമൃദ്ധമായിട്ട് ദൂർത്തടിച്ച് പോകുന്ന പാർട്ടിയാണ് ഈ ആര്യന്മാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ പ്രത്യേകിച്ച് തന്നെ അവർക്ക് സെക്സ് മൊറാലിറ്റി തീരെ ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് കുടുംബ ബന്ധങ്ങൾ കാര്യമായിട്ടില്ല. കാരണം ഇതിനകത്ത് പ്രീസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ കാര്യമായിട്ട് കുടുംബങ്ങളില്ലാത്ത ആളുകളാണ്. കുടുംബങ്ങളില്ലാത്ത ആളുകൾ നാട്ടിലെ ചുറ്റുപാടുമുള്ള സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഇമോറൽ സെക്സിൽ ഏർപ്പെടുകയും കുടുംബബന്ധമില്ലാതെ സാമൂഹിക ബന്ധമില്ലാതെ ഡിസിപ്ലിൻ ഇല്ലാതെ സെക്സിൽ ഏർപ്പെടുകയും അങ്ങനെ സെക്സ് മൊറാലിറ്റി ഇല്ലാതെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് യൂതന്മാർ ഇവർക്കെതിരെ തിരിയുന്നതും ക്ലാഷ് ഉണ്ടാകുന്നതും കാറിലുണ്ടാകുന്നതും. അങ്ങനെ ഉണ്ടാകുമ്പോഴും ഇവർ ഒരു ദൈവദത്തമായ ആളുകളെ പോലെ ഈ പറയുന്ന യജ്ഞങ്ങളും യാഗങ്ങളും നടത്തുകയും പൈസ പിരിക്കുകയും മോറൽ ആക്ടിവിറ്റീസ് ചെയ്യപ്പെടുന്ന ഒരു അനാർക്കിക്കൽ ഗ്രൂപ്പാണ്. അങ്ങനെ ഇവർക്കെതിരെ ഇവരിങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ ദോഷമാവുകയും ഉപദ്രവമാവുകയും ചെയ്തപ്പോൾ സെൻട്രൽ ഏഷ്യയിൽ പല സ്ഥലങ്ങളിലും ഈ ആര്യൻ പ്രീസ്റ്റുകൾക്കെതിരെ തിരിയും അവർക്ക് കൂട്ടമായിട്ടുള്ള ക്വാറൽസിനും ഫൈറ്റിൽ ഏർപ്പെടുകയും അങ്ങനെ പ്രീസ്റ്റുകളെ അവിടെ തല്ലി ഓടിക്കാൻ കാരണമാവുകയും ചെയ്യും. അങ്ങനെ ഈ പ്രീസ്റ്റുകളെല്ലാം തല്ലി ഓടിക്കുന്നതിന് ഭാഗമായിട്ട് അവരുടെ സെൻട്രൽ ഏഷ്യ വിട്ടു പോകണമെന്നും ജൂതമതക്കാരെ എവിടെയൊക്കെയാണോ ജൂതമതക്കാരുടെ അവിടെ നിന്നെല്ലാം ഓടിച്ചു കളയണം എന്നുള്ളൊരു ആഹ്വാനം വന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഏഷ്യയിൽ പ്രത്യേകിച്ച് ഇറാനിൽ നിന്ന് ഈ ആര്യന്മാർ അഫ്ഗാൻ വഴി ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വരുന്ന ആര്യന്മാർ എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഇടയിൽപ്പെട്ട പ്രീസ്റ്റുകളാണുള്ളത്. ഓരോ 10-50 പേരുള്ള പ്രീസ്റ്റുകൾ മാത്രമാണ് ആദ്യകാലങ്ങളിൽ ഇന്ത്യക്ക് വരുന്നത്. ഇവർ പോരുമ്പോൾ ഇവരുടെ കൂടെ കുടുംബങ്ങളോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. കാരണം ഇവർക്ക് എങ്ങനെ കുടുംബ ബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുടുംബ ബന്ധങ്ങളില്ലാതെ ഭക്ഷണം കഴിക്കുകയും ജീവിക്കുകയും സെക്സിൽ ഏർപ്പെടുകയും അങ്ങനെ ഇമൊറാലിറ്റി പ്രാക്ടീസ് ചെയ്യും അനാർക്കി പ്രാക്ടീസ് ചെയ്യും ഇവർക്ക് പ്രശ്നങ്ങളില്ലാതെ ഇവർ ഒറ്റപ്പെടുകയും അങ്ങനെ പ്രീസ്റ്റുകൾ മാത്രം അവിടെ തല്ലി ഓടിക്കുകയും അവരെ നാടുകടക്കുകയും അങ്ങനെ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരികയും ചെയ്താണ് ശരിക്കുള്ള കഥയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് പതുക്കെ സെറ്റിലാവുകയും പ്രീസ്റ്റുകളായിരിക്കുന്ന ആര്യന്മാർ സെറ്റിലാവുകയും ക്രമേണ ഇവർ ഈ പ്രീസ്റ്റ്ഹുഡ് മാറിയിട്ട് ഇവരുടെ സാധാരണ രീതിയിലേക്ക് വരികയും ഇവരിവിടുത്തെ പിന്നെ ഇൻഡസ് വാലിയിൽ ജനങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക്
കുറേശ്ശെ ഇടപെടുകയും ചെയ്യുന്നു. ഈ ഇടപാടിൽ എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഡിവൈൻ തിയറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ യജ്ഞങ്ങളിൽ യാഗങ്ങളിൽ ഏർപ്പെടുകയും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ, ഇവർ നടപടിക്രമങ്ങൾ, യജ്ഞങ്ങൾ, യാഗങ്ങളെല്ലാം ഡിവൈനാണെന്ന് പറയും. ഇവർ ഡിവൈനായിട്ട് ഓർഡർ ചെയ്ത പീപ്പിളാണെന്ന് പറയും. അവൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ഇല്യൂഷൻ വഴി ക്രമേണ അവർ മൊറാലിറ്റിയെ മറികടന്നുകൊണ്ട്, ഓർഡർ മറികടന്നുകൊണ്ട് ജനങ്ങളായിട്ട് ഇടപെടുകയും അങ്ങനെ ക്രമേണ ജനങ്ങളായിട്ട് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇൻഡസ് വാലിയിലെ കുടുംബങ്ങളായിട്ട് ഇടപെടുകയും, പക്ഷേ ഈ കുടുംബങ്ങളായിട്ട് ഇടപെട്ടത് ഓർഡറും മൊറാലിറ്റിയൊക്കെ മറികടന്നുകൊണ്ടാണ്. അങ്ങനെ മറികടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ സെക്സ് മൊറാലിറ്റി ഇല്ലാതെ ഇടപെട്ട് വരികയും അങ്ങനെ ഗ്രാജുവലായിട്ട് ഇൻഡസ് വാലിയിൽ ജനങ്ങളിൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ചാതുർണ്യം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ ചാതുർണ്യം ക്രിയേറ്റ് ചെയ്ത് വരുന്നതിന് ഒരു 300-400 വർഷത്തോളം എടുക്കും എന്നുള്ളതാണ്. ഈ വർഷത്തിലുടനീളം ഇവർ ഈ പറയുന്ന ഡിവൈൻ തിയറി മിക്സ് ചെയ്ത് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, പ്രയോറിറ്റി പ്രിവിലേജുകളെല്ലാം ഡിവൈനാണെന്ന് പറയും, യജ്ഞങ്ങളും യാഗങ്ങളും ഈ ഇൻഡസ് വാലിയിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രോസ്പെരിറ്റിക്ക് വേണ്ടതെന്ന് പറയും. അങ്ങനെ ഉള്ള അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ നാട്ടിൽ നിന്നെല്ലാം സംഭാവനകൾ പിരിക്കുകയും അത് പിന്നെ ഒരു അവകാശമായിട്ട് പറയുകയും അത് പിന്നെ ഒരു അധികാരമായിട്ട് പറയുകയും അങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 400 വർഷം കഴിഞ്ഞപ്പോൾ ഇൻഡസ് വാലി ജനങ്ങളുമായിട്ട് വെല്ലുവിളികൾ ഏർപ്പെടുകയും ചെയ്യുന്നതാണ്. അങ്ങനെ വെല്ലുവിളികൾ ഏർപ്പെടുകയും ക്വാറൽസിൽ വരികയും പിന്നെ ഫൈറ്റിൽ വരുന്നതാണ് ഈ ഇൻഡസ് വാലിയിൽ ആര്യന്മാർ വന്നതിന് ശേഷം ഉണ്ടായ സംഭവം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇതാണ് പിന്നീട് പിൽക്കാലങ്ങളിൽ BC 500 ആയപ്പോഴത്തേക്കും അശോകൻ്റെ വരവോടുകൂടി അത് അടിച്ചമർത്തുകയും ഈ ബ്രാഹ്മണ മതവും ആര്യൻ മതവും അതുപോലെ ചാതുർണ്യം അടിച്ചമർത്തുകയും അങ്ങനെ അവരുടെ പൊളിറ്റിക്കൽ കൾച്ചറിനെ ഇല്ലാതാക്കുകയും ക്രമേണ അവരെ സ്പ്രെഡ് ചെയ്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് പോലെ ആര്യന്മാരെ ഇന്ത്യയിലേക്ക് വന്നത് ഒരു ജസ്റ്റ് മൈഗ്രേഷനായിട്ടോ അല്ലെങ്കിൽ ഇൻവേഷനോ ആയിട്ടോ അല്ല. നേരെ മറിച്ച് ആര്യന്മാർ എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ ഉണ്ടായിരുന്ന ക്ലാഷ് മുഖേന അല്ലെങ്കിൽ അവിടുത്തെ കോൺഫ്ലിക്റ്റ് മുഖേന അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പരസ്പരം തല്ലു മുഖേന അവിടെ നിന്ന് അവരുടെ ജൂതന്മാരുടെ തല്ല് ശരിക്കും കൊണ്ട് അവിടുന്ന് രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് ഭയന്നു കൊടുക്കുകയും ജൂതന്മാർ അവരെ നാടുകെടുത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് രക്ഷയ്ക്ക് വേണ്ടി അവർ ക്രമേണ ഗ്രാജുവലായിട്ട് പതുക്കെ ഈ അഫ്ഗാൻ വഴി ഇന്ത്യയിലേക്ക് വന്ന ഒരു പ്രീസ്റ്റുകളുടെ കൂട്ടമാണ് ഈ ആര്യന്മാർ എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ വന്നവരെന്നുണ്ടെങ്കിൽ പ്രീസ്റ്റുകളായിട്ട് വരികയും ക്രമേണ ഹെൽപ്ലെസ് ആയിട്ട് ഇവിടെ ഇൻഡസ് വാലിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒതുങ്ങി കുറേ ആൾ ജീവിക്കുകയും പിന്നീട് നമ്മൾ പറഞ്ഞ രീതിയിൽ കാലക്രമേണ അവർ അനാർക്കി മൊറാലിറ്റി വയലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളായിട്ട് ഇടപെടുകയും ഇവിടെയും ക്ലാഷും ക്വാറലും കോൺഫ്ലിക്റ്റും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് വന്ന ഇവർ ഒരു ഇമ്മോറൽ അനാർക്കിക്കൽ പീപ്പിളാണ്. അത് പ്രീസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ് വന്നത്. അല്ലാതെ ഇവർ വന്നപ്പോൾ ഇവരുടെ കൂടെ സ്ത്രീകളോ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവർ പ്രീസ്റ്റുകളുടെ ഗ്രൂപ്പ് മാത്രമായിട്ട് വരികയും കാരണം പ്രീസ്റ്റുകളാണ് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. അവരെ മാത്രം ഒടുക്കുകയും അവരവിടെ വരികയും അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരുടെ കഥ ഇങ്ങനെയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ആര്യന്മാരാണ് ചാതുർണ്ണം പ്രാക്ടീസ് ചെയ്ത് ക്രമേണ ബ്രാഹ്മണത്വം പ്രാക്ടീസ് ചെയ്ത് BC കാലം മുതൽ AD കാലത്തിലേക്ക് വരികയും അവർ സൈന്ധവൻ്റെ ദേശത്തു നിന്നും പതുക്കെ ഇന്ത്യയിലെ നമ്മളിന്ന് കാണുന്ന ദക്ഷിണേന്ത്യൻ ഭൂമിയിൽ പടർന്നു പിടിക്കുകയും ചെയ്തു. ഇവർക്കെതിരെ ബുദ്ധനും അല്ലെങ്കിൽ അശോകനും അത് നിർത്തലാക്കുന്നതിനും അല്ലെങ്കിൽ അത് ബ്രാഹ്മണത്തെ അടിച്ചമർത്തുകയും ചെയ്തു. എങ്കിലും ഈ പറയുന്ന ബ്രാഹ്മണൻ പിന്നെ വൈദിക മതമായിട്ടും അല്ലെങ്കിൽ പിന്നീട് ബ്രാഹ്മണമതമായിട്ടും പ്രീസ്റ്റുകളായിട്ടും ഇന്ത്യ മുഴുവൻ പടർന്നു പിടിക്കുകയും ഈ മോഡേൺ കാലത്ത് നമ്മൾ കാണുന്ന പല പല പേരുകളിലും അറിയപ്പെട്ട് ബ്രാഹ്മണൻ എല്ലാത്തിൻ്റെയും തലപ്പത്ത് വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ഇപ്പോഴും ചാതുർവർണ്ണയായിട്ടും അല്ലെങ്കിൽ ബ്രാഹ്മണ അല്ലെങ്കിൽ ജാതിയായിട്ടും ഇന്ന് ഇന്ത്യയിൽ കുടിയിരുത്തി വാഴുന്നു. അപ്പോൾ ഇവർ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ഈ പറയുന്ന ബ്രാഹ്മണ മതത്തിൻ്റെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ അത് ചാതുർവർണ്ണത്തിലെ പ്രധാനപ്പെട്ട എലമെൻറ്റ് എന്ന് പറയുന്നത് അനാർക്കിയാണ്, അതുപോലെ ഇമ്മൊറാലിറ്റിയാണ്. ഇതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി പല പല തിയറികളും പല പല കാഴ്ചപ്പാടും പല പെർസ്പെക്റ്റീവ്സും
ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിവൈൻ തിയറിയിൽ ബേസ് ചെയ്ത് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ.